المرسلين وعلى آله وصحبه أجمعين أما بعد. ക്ലാസ് തുടങ്ങിയോ ഉണ്ടല്ലേ? പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തവക്കുലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? തവക്കുലിന്റെ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു അല്ല, ഒരു ക്ലാസ്സിൽ അതിന്റെ തുടക്കമൊക്കെ പറഞ്ഞു. ഇതിൽ പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ തവക്കുലിന്റെ എല്ലാ ആശയങ്ങളുള്ള ഒരു ഉദാഹരണം വെച്ചുള്ളൊരു ഹദീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എവിടെ അത്? ഇതാ സാദിസാൻ عن عمر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق الطير تعدو خماسا وتروح بطانا رواه الترمذي وقال هذا حديث حسن. അല്ലേ? അപ്പൊ ഇതില് പറയണ്ട എന്താണ് തവക്കുൽ എന്ന് വെച്ചാൽ, നമ്മള് പറഞ്ഞു എന്താണ് കാര്യം ഏൽപ്പിച്ചു കൊടുക്കുക. വക്കീലൊക്കെ ഉണ്ടാവില്ലേ? നമ്മള് വക്കീൽ എന്താണ് നമ്മളെ കാര്യം കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നമ്മള് അഡ്വക്കേറ്റിനെ ഒരു വക്കീലിനെ ഏൽപ്പിക്കാണ്. അതുപോലെ ഇസ്ലാമിലെ വക്കാലത്ത് സിസ്റ്റം ഉണ്ട്. ഒരു കാര്യം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് പറയാം. ഇപ്പൊ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന തവക്കുൽ അള്ളാഹുവിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ അത് മൊത്തത്തില് നമ്മളുടെ പണിയെടുക്കാണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് എക്കോ വരുന്നുണ്ട്. 2 ഡിവൈസിൽ കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, റെഡി. അപ്പോ മൊത്തത്തിൽ ഒന്നും ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നാൽ മതി. എനിക്ക് കോഴിക്കോട് എത്തണം, 1 മണിക്കൂർ കൊണ്ട് എത്തണം, അവിടെ ഒരു പരിപാടി ഉണ്ട്, അങ്ങനെ തുറന്നാൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ ചെയ്യാനുള്ള ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നാമതിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യാണ്. നമ്മൾ ശരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാനം അതുകൊണ്ടല്ല കാര്യങ്ങളൊന്നും നടക്കുന്നത്. ഓക്കെ, നമ്മള് അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ടല്ല ശരിക്കും നമ്മൾ സ്വർഗത്തിൽ പോണത്. പിന്നത് ആലമുൽ അസ്ബാബാണ്. ഇവിടെ അങ്ങനെ തോന്നുന്നു, പടച്ചവൻ കണക്കാക്കിയത് അങ്ങനെയാണ്, ഇവിടെ അങ്ങനെ ഉണ്ടാവണം എന്നാണ്. ജോലി ചെയ്താൽ പൈസ കിട്ടണം എന്നാണ്. എന്ന് വെച്ച് അതില്ലാതെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചവന് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഹദീസിലേക്ക് തിരിച്ചു വരുമ്പോ അതെ അതെ ഒരു നല്ല ഭക്ഷണം മഞ്ഞു വസ്സൽവ ഇറക്കിയെന്നാ പറഞ്ഞത്. നല്ല കാടപ്പക്ഷിയും തേനും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ പറഞ്ഞത് നമുക്ക് ഇതുപോലെ ഇത് മടുക്കുന്നുണ്ട് ഭക്ഷണം, അപ്പൊ നമുക്ക് എന്ത് വേണം, വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടാണ്. അതൊരു നന്ദികേടുള്ള ഒരു സമൂഹമായിരുന്നു മൂസാ നബീന്റെ ഇസ്രായേൽ ടീം. ഒരു കുറെ സംഭവം ഇറക്കും, മീൻസ് കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും, അപ്പൊ പിന്നെ അവരെ നന്ദികേട് കാണിക്കും. അങ്ങനെ കുറെ റിപ്പീറ്റ് ചെയ്ത സംഭവങ്ങൾ ഖുറാനിൽ തന്നെ കാണാൻ പറ്റും. ഇസ്രായേലിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് വെണ്ണാന്നാണ് നമ്മൾ പഠിച്ചത്, മഞ്ഞു സെൽവ എന്ന് പറയാം. തേനെന്നാണ് എന്റെ ഓർമ്മ, ചെക്ക് ചെയ്യുവാണെങ്കിൽ. അപ്പോ ഇന്ന് നമ്മള് പറഞ്ഞത് തവക്കുൽ എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിലുള്ള തവക്കുൽ ചെയ്താൽ റസഖക്കും അല്ലാഹു തആല നിങ്ങൾക്ക് റിസ്ക് തരും. കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ പക്ഷികളുടെ കാര്യം എന്താ?
തഹദൂ ഹിമാസൻ തെറൂഹു ബിത്താൻ എന്നാ പറഞ്ഞത്. തഹദൂ ഹിമാസൻ, അത് അവര് രാവിലെ എന്ത് ചെയ്യും, ഒട്ടിയ വയറുമായിട്ട് പോകും, രാത്രി വയറ് നിറച്ച് വീട്ടിലേക്ക് വരും. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഇപ്പോ പക്ഷി കൂട്ടിൽ തന്നെ ഇരുന്നിട്ട് വിശപ്പ് മാറല്ല, അത് ഭക്ഷണം തേടി പോകുന്നുണ്ട്. ഇപ്പൊ ഭക്ഷണം അതിന് ഭക്ഷണം കൊടുക്കണുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ വളർത്തുന്ന അല്ലാത്ത ജീവികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ആഹാര ശൃംഖലന്റെ ഭാഗമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യന്മാര് കാട്ടിൽ കയറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ദിനാസ്, അങ്ങനെ ചൂഷണം നടക്കുന്നതുകൊണ്ടും കാട് നാടായതുകൊണ്ടും പല പ്രശ്നങ്ങളും കൊണ്ട് ഇപ്പോ ആനകള് നാട്ടിലേക്ക് ഇറങ്ങുന്നതും കടുവ നാട്ടിലേക്ക് ഇറങ്ങി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ കാടുള്ള സ്ഥലത്ത് മാത്രം നോക്കുകയാണെങ്കിൽ അപ്പൊ അതിന് ജീവിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഭൂമിയിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്, അനുസരിച്ച് ജീവിക്കുന്നത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ വിഷയം പക്ഷികള് പോകുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, അവരങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യും, കൊടുക്കും. തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ കൊടുക്കുന്നതാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, സഹാബിന്റെ പേര് കൊടുക്കുന്നില്ല, ഒട്ടകത്തിന് കെട്ടാണ്ട് അതിനെ പടച്ചോൻ നോക്കൂലേ എന്ന് വെച്ച് നമുക്ക് തവക്കുൽ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ തിരിച്ചു പറയുന്നുണ്ട്, ഒട്ടകത്തിന് കെട്ടാണ്ടുള്ളതല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒട്ടകത്തിന് കെട്ടുകയും പിന്നെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പടച്ചവനോട് ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നബി തങ്ങള് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഓക്കെ, പിന്നെ ഗുഹയിൽ ഒറ്റക്കാവുന്ന സമയത്ത് അത് റസൂലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തവക്കുലായിരുന്നു. പടച്ചോൻ എപ്പോഴും ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു വിചാരമായിരുന്നു എന്ത് ആ ഒരു സംഭവം. ശത്രുക്കള് അവിടെ താഴെ വരെ എത്തിയിരുന്നു അല്ലെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതാണ് പിന്നെ പറഞ്ഞത് 81-ാമത്തത്. അബ്ദുല്ലാഹിബിന് ഉസ്മാൻ ആമിർ അംർ കഅബ് സഅദ് തൈം മുറ മുറത്ത് കഅബ് ലുഅയ് ഖാലിബ് ഖുറശി തൈമി وهو أبو أم صحابة قال نظرت إلى أقدام المشركين ونحن في الغار وهم على رؤوسنا. അപ്പോ ഇവര് രണ്ടാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നബി തങ്ങളും കൂടി എന്തായി, ഗുഹയിലിരിക്കാണ്. അപ്പോ ഇവരെ നോക്കിയെന്നാ പറഞ്ഞത്. അവര് ഞങ്ങളെ തലന്റെ മുകളിലുണ്ട്. ഇവര് ഇരിക്കാണ്, ഗുഹയിൽ ഇരിക്കാണ്. ഇപ്പൊ തൊട്ട് മേലെ എന്തുണ്ട്, തൊട്ടിപ്പുറത്ത് ഇവരുണ്ട്. അപ്പൊ നമ്മൾ അവരെ കാണുന്നുണ്ട്. ഇപ്പൊ കുൽത്തു നബി തങ്ങളോട് അബൂബക്കർ തങ്ങൾ ചോദിക്കണത്, യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സറനാ. അവരാരെങ്കിലും അവരെ കാലിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ കാണുമായിരുന്നു. എന്തെങ്കിലും വിഷയത്തിന് വേണ്ടി കുനിയൊക്കെ ചെയ്തതാണെങ്കിൽ എന്തായിരുന്നു, പിന്നെ പറയാം, കുനിയ ആണെങ്കിൽ കാണുമായിരുന്നു. പക്ഷേ അപ്പൊ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താ, മാ ദന്നുക യാ അബൂബക്കർ ബിസ്നൈനി സാലിസുഹുമാ. രണ്ടാൾക്കാരുണ്ട്, അവരിൽ മൂന്നാമനായിട്ട് പടച്ചവനുണ്ട്. അവരെ പറ്റിയുള്ള നിങ്ങളെ വിചാരം എന്താണ്, അവരെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതുപോലെയാണ് നമ്മളെ അവസ്ഥ. കൂടെ തന്നെ എന്തുണ്ട്, പടച്ചവനുണ്ട്, അപ്പൊ പേടിക്കാനൊന്നുമില്ല എന്താണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അത് തവക്കുലിന്റെ അടയാളാണ്. ഇനി എന്താക്കണം, 9-ാമത്തെ ഹദീസില് തവക്കുലുമായിട്ട് ബന്ധപ്പെട്ട 9-ാമത്തെ ഹദീസ്. താസിയോ എന്താണ് പറഞ്ഞത്, ഉമ്മിൽ മുഅ്മിനീന ഉമ്മു സലമത്ത, ഉമ്മു സലമ നബി തങ്ങളുടെ ഭാര്യയായിരുന്നു ഉമ്മു സലമ ബീവി. അവര് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവരുടെ യഥാർത്ഥ പേരെന്താ, വസ്മുഹ ഹിന്ദു ബിൻത്ത് അബി ഉമയ്യ ഹുദൈഫത്തുൽ മഖ്സൂമിയ്യ റളിയല്ലാഹു അൻഹ. ഹിന്ദ് എന്നായിരുന്നു അവരുടെ പേര് കേട്ടോ. ഉമ്മു സലമ എന്നാണ് അവർ വിളിക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറജ മിൻ ബൈതിഹി ഖാല,
നബിതങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് പറയും? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ബിസ്മില്ലാ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മേലിൽ പരമേൽപ്പിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉളല്ല. പിന്നെ ദുആർക്കുകയും ചെയ്യുന്നത് അല്ലാഹുവേ ഈ കാക്കടെ എന്തിൽ നിന്ന് കാക്കണേ? അൻ അളില്ല ഔ ഉളല്ല, ഞാൻ പേക്കുക, പിന്നെ ഉളല്ല എന്നെ ആരെങ്കിലും പേപ്പിക്കുക. വല്ല എന്ന് പറഞ്ഞാൽ എന്താ? വലാലത്ത് വൈകേടിലാവുക, അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ദുആ ചെയ്തിരുന്നു. ഇവിടെ യുവില്ലനി ഒന്നാമത് പറഞ്ഞാല് അൻ മാലിലും ഒരു ഇർത്തികാബിനക്കായിസിഹ, ഈ ന്യൂനതകൾ ഉണ്ടാവല് കൊണ്ട്, ന്യൂനതകൾ ചെയ്യൽ കൊണ്ട് കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ ആവാം. ഓക്കെ. കുസൂരൻ അതായിൽ മക്കാമിന്റെ ബൂദിയ, അള്ളാഹുവിന്റെ അടിമ എന്നുള്ള സ്ഥാനത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുന്നതിനെ തൊട്ട്, അതാണ് അതില്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്, അതിനെ തൊട്ട് ഈ കാവൽ ചോദിക്കുന്നു. പിന്നെ ഉബല്ല എന്ന് പറഞ്ഞാലോ യുബില്ലനി വൈരി, വേറെ ആരെങ്കിലും എന്നെ എന്ത് ചെയ്യാ അങ്ങനെ വൈകല്യമാക്കുക, യഥാർത്ഥ അടിമ എന്നുള്ള രീതിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുക. പിന്നെ അടുത്തതാണ് നസില്ല, നീങ്ങിപ്പോവാം. പുസ്തകീയമായ ശരിയായ വഴിയെ തൊട്ട് ഇപ്പോൾ ഹവയൊക്കെ കൂടിയിട്ട് ദേഹേച്ഛകളോ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് യഥാർത്ഥ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവാം, അതാണ് അസില്ല. പിന്നെ ഇപ്പൊ തക്കുവ ഇല്ലാതിരിക്കലാണ് അസില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഞാൻ നുസല്ല യസ്തൗല അലയ്യ മൻ യുസില്ലുനി മൻ യസിലുനി അനിൽ മഖാമിൽ അലിയിൽ സഫ്സാഫിൽ ദനി. അപ്പൊ അതേപോലെ തന്നെയാണ് ഉസല്ല, ഞാൻ വേറെ ആരെങ്കിലും എന്നെ എന്ത് ചെയ്യാ ഈ നേരായ തക്കുവയിൽ നിന്നും നല്ല മാർഗത്തിൽ നിന്നും പേപ്പിച്ചിട്ട് ദുന്യാവിന്റെ ചിന്തകളൊക്കെ കൂടി എന്താണ് ഉണ്ടാക്കുക, കൂടുക, അധികരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് കാക്കണേന്ന് ചോദിച്ചു. പിന്നെ ഔ അഗ്ലിമ ഔ ഉദ്ലമ എന്ന് പറഞ്ഞു. ഉദ്ലിമ പറഞ്ഞ ആക്രമിക്കുക, അഗ്ലിമ വൈരി, അഗ്ലിമ വൈരി മിനൽ ദുൽമി വലൗ ശൈഇ ഫി ഗൈരി മഹല്ലിഹി. അപ്പൊ ഞാൻ ആരെങ്കിലും ആക്രമിക്കുക, ആക്രമിക്കുക പറഞ്ഞാല് ഒരാളെ ആക്രമിക്കുക എന്നുള്ള രീതിയിൽ അതിന് പറയാൻ പറ്റും. ഇനി അക്രമം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ക്രമരാഹിത്യാണ് അക്രമം, അല്ലെ? ഒരു സാധനം അതിന്റെ യഥാർത്ഥ സ്ഥലത്ത് വെച്ചാൽ അത് ഓർഡറാണ്, അല്ലെങ്കിൽ എന്താണ് ഡിസോർഡർ ആണ്, ക്രമരാഹിത്യാണ്. അതാണ് ഇവിടെ അക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ പറഞ്ഞു ഉദ്ലിമ, അദ്ലിമ അക്രമം കാണിക്കുന്ന തൊട്ട്, ഉദ്ലമ അദ്ലിമ ഔദ്ലമ, ഞാൻ അക്രമം കാണിക്കുക, ഔദ്ലമ അല്ലെങ്കിൽ അക്രമം എന്റെ മേലിൽ ഉണ്ടാവുക. ഓക്കെ, അതിനെ തൊട്ട് തന്നെ കാക്കണേ എന്ന് പറയും, എന്തായിരിക്കും? ഓ അജ്ഹല, അല്ലെങ്കിൽ എന്ത് ചെയ്യാ അജ്ഹൽ ഹക്കൽ വാജിബ് അല, എന്റെ മേലിലുള്ള എന്തെങ്കിലും ബാധ്യതകൾ ഞാൻ മറക്കുക, അതാണ് അജ്ഹല എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഇജുഹല അലയ്യ, അല്ലെങ്കിൽ മറവി ഉണ്ടാകുക, എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തിൽ മറവി ഉണ്ടാകുക, അത് നടക്കാതിരിക്കുക. ഓക്കെ. അപ്പൊ അതിനെ തൊട്ടൊക്കെ നബിതങ്ങള് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണ്ടായിരുന്നു. അപ്പൊ ഇറങ്ങുമ്പോ എന്താണ്? ഒരു തവക്കുൽ വേണം. ഓക്കെ, ആയത്തിനെ കുറിച്ചൊക്കെ ഓതിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിലുള്ളവരൊക്കെ സുരക്ഷിതരായിരിക്കും, അല്ലെങ്കിൽ വീട് സുരക്ഷിതരായിരിക്കും എന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇറങ്ങുമ്പോഴും വണ്ടി കയറുമ്പോഴും മുഅ്മിന്റെ സദാസമയം എന്താണ്? ഒരു തവക്കുലില് പഠിച്ചവന്റെ നിന്നുള്ള ഒരു നോട്ടം, ഒരു സംരക്ഷണം സദാസമയം ഇല്ലെങ്കിൽ ഇതൊന്നും ഇതേപോലെ ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ഒരു മുസ്ലിം ജീവിക്കുക. ഓക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദുആ ഉണ്ട്. ഇനി ദുആന്റെ മാത്രം ഒരു കിതാബ് തന്നെ ഉണ്ട്. അത് നമ്മള് യമനിലൊക്കെ ഇമാം ഹദ്ദാദ് തങ്ങളൊക്കെ ഒരു സിൽസിലയില് നമ്മള് ഇപ്പോഴും ഉമർ ഹഫീദ് തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ കേരളത്തിൽ വരുമ്പോൾ
അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു പുസ്തകമുണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഒരു ഹാൻഡ് ബുക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ രാവിലെ മുതൽ രാത്രി വരെ ചൊല്ലാനുള്ള ദിക്റുകൾ ഉണ്ടാവും. ഇപ്പൊ സുബഹി എണീച്ച് കഴിഞ്ഞാൽ ദിക്റ്, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ദുആ, പിന്നെ അതിലുള്ള ബൈത്തുകള്, പിന്നെ ളുഹന്റെ ശേഷമുള്ളത്, ളുഹറിന്റെ ശേഷം അസറിന്റെ, പിന്നെ മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി സമയമായി ഇതിനൊക്കെയുള്ള. പിന്നെ ഒരുപാട് ദുആകൾ മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ, പിന്നെ ഇശാന്റെ ശേഷമുള്ളത്, അത് അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് ദിവസം മുഴുവനും ദിക്റ് ചെല്ലാനുള്ള ഒരുപാട് ദിക്റുകളും അതിനായിട്ട് സ്പെഷ്യൽ കിതാബുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അങ്ങനെ കുറച്ച് സമയമെങ്കിലും ജീവിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതിനുള്ള എന്താ പറയാ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമുണ്ട്. ഈ ഇത്തിക്കാഫിന്റെ മർക്കസിലൊക്കെ എന്താ ഉണ്ട്, ഒരു ക്യാമ്പ് നടക്കാറുണ്ട് അങ്ങനെ സുഹബ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ്, ഒരു 3 ദിവസം 2 ദിവസം ഇതുപോലെ ഫുൾ ഓർഡറിൽ ജീവിക്കുക. പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ഈ അവസാനത്തെ ഇത്തിക്കാഫ്, റമദാനിലെ അവസാനത്തെ ഇത്തിക്കാഫ്. നബിതങ്ങള് ഫുൾ ടൈം ഇബാദത്തിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഈ ഒരു സമയത്താകുമ്പോൾ ഇപ്പൊ റമദാനിലൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പൊ അതിന് പുതിയൊരു ഒരു ഒരു അർത്ഥം കൂടി ഉണ്ടായി. അതായത് ഈ ഫോണൊക്കെ ഉപേക്ഷിക്കുക. നമ്മൾ ഭയങ്കര നെറ്റ്വർക്കിന്റെ ഒരു ഇതിൽ അകപ്പെട്ടിട്ടാണുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനുള്ള ഒരു സമയം കൂടിയാണ് അവസാനത്തെ എത്തിക്കാഫൊക്കെ. അപ്പൊ നമ്മൾ ഫുൾ ടൈം ജോലി എടുക്കേണ്ട ആൾക്കാരും അങ്ങനെയൊക്കെ ആവുന്നുണ്ട്, അങ്ങനെ കഴിയണമെന്നില്ല. കുറച്ച് സമയമെങ്കിലും ഇങ്ങനെ കുറച്ച് ശാന്തമായിട്ടിരിക്കാനും പടച്ചവനെ ഓർത്തുകൊണ്ടിരിക്കാനൊക്കെ പറ്റി കഴിഞ്ഞാല് ഭയങ്കര നല്ലതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവരെന്താ ചോദിക്കണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തതിനല്ലോ. ക്ലിയർ അല്ലേ പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. وجهل يجهل عليه حديث صحيح رواه أبو داود الترمذي وغيرهما إسناد صحيح. قال الترمذي حديث حسن صحيح وهذا لفظ أبي داود. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ആഷിർ, പത്താമത്താണെന്ത്? അനസ് റളിയല്ലാഹു അൻഹു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാല യാനി ഇദാ ഖറജ മിൻ ബൈത്തിഹി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് കേട്ടോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് പറയുന്നത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാം അല്ലാഹു തആല കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കഴിവും ശക്തിയും അല്ലാഹുവിൽ നിന്നല്ലാതെ ഇല്ല എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ യുഖാൽ ലഹു ഹുദീത വകുഫീത വഉഖീത വതനഹാ അൻഹു ശൈത്താൻ. അപ്പൊ ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് പറഞ്ഞാല്, ഹുദീത നമ്മൾ സന്മാർഗത്തിലായിട്ട് ഇറങ്ങും. സിറാത്തുൽ മുസ്തഖീം അതുണ്ടല്ലോ, ഇന്നലെ നമ്മൾ ഫാത്തിഹയിൽ പഠിക്കുകയും ചെയ്തു. ഇന്നലെ അതിനെപ്പറ്റി ആരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സിറാത്തുൽ മുസ്തഖീം. അപ്പോ അത് നമ്മളെ അടുത്ത ഭാഗം അതും കൂടിയാണ്, ഇസ്തിഖാമനെ പറ്റിയാണ് പറയണത്. ഓക്കെ, അപ്പൊ ഹുദീത്ത ഒരു നല്ല മാർഗത്തിലാകും. അപ്പൊ കുഫീത്ത പിന്നെ എല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ ആശങ്കകളൊക്കെ എന്ത് ചെയ്യും, കുറഞ്ഞു കിട്ടും, മതിയാകും കുഫീത്ത. പിന്നെ ഉഖീത്ത പിന്നെ എല്ലാ ശത്രുക്കളെ തൊട്ടുള്ള എന്തുണ്ടാവും, എല്ലാ ശത്രുക്കളെ തൊട്ടുള്ള ഒരു കാവലും ഉണ്ടാകും. അതാണ് ഉഖീത്ത. വികായത്ത് ഉണ്ടാവും, സംരക്ഷണം ഉണ്ടാകും. ഷെയ്ത്താൻ, പിന്നെ ഷെയ്ത്താൻ അവരെ തൊട്ട് വഴിമാറി പോവുകയും ചെയ്യും. ആണ് അബൂ ദാവൂദ് തുർമദി വന്നസായി വഗൈറുഹും. قال الترمذي حديث حسن زاد أبو داود فيقول يعني الشيطان لشيطان آخر. പിന്നെ വേറൊരു ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഇങ്ങനെയും കൂടി കാണാൻ പറ്റും. പിന്നെ ഷെയ്ത്താൻ ഇങ്ങനെ പറയും, ഷെയ്ത്താൻ വേറൊരു ഷെയ്ത്താനോട് പറയും, ഈ ചെങ്ങായിനെ നോക്കിയിട്ട്, കൈഫ ബിറജുലിൻ കത് ഹുദിയ കുഫിയ ഊക്കിയ, ഇങ്ങനെ ഒരു ഹിദായത്തിലാവുകയും അല്ല പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയും കിഫായത്ത് ഉണ്ടാവുകയും പിന്നെ മുക്കിയ
എല്ലാ ശത്രുക്കളും തൊട്ട് സംരക്ഷിക്കുകയൊക്കെ ചെയ്ത ഒരാള്, അയാൾ എത്ര അടിപൊളിയാണ്. അയാളടുത്ത് ശൈത്താൻ പറയാൻ നമുക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അയാൾ ഓക്കെ ആയില്ലേ, എല്ലാം ഉഷാറായില്ലേ എന്ന രീതിയിൽ ശൈത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇയാളെ പറ്റി സംസാരിക്കും എന്നും രാജ്യത്തിൽ കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നോക്കണ്ട, ലാസ്റ്റ് ഹദീസും കൂടി ഉണ്ട് ഈ ബാബിലെ. وأن أنس رضي الله عنه قال كان أخوان على عهد النبي صلى الله عليه وسلم وكان أحدهما يأتي النبي والآخر يحترف. ഞങ്ങളുടെ സമയത്ത് കാന അഹവാനി അല അഹദിൻ നബി, ഞങ്ങളുടെ കാലത്ത് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ കാന അഹദുമായി അഹദിൻ നബി, ഒരാളെന്ത് ചെയ്യും, പഠിക്കാൻ പോകും, നബി ഞങ്ങളത്തെ ക്ലാസ്സിൽ പോകും. രണ്ട് ബ്രദേഴ്സാണ്, രണ്ട് സഹോദരന്മാരാണ്. വല്ല ആഹർ യഹ്തരിഫു, മറ്റാൾ എന്ത് ചെയ്യും, ജോലിക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഷക്കൽ മുഖ്തരിഫു അഹാഹു നബി, അങ്ങനെ ജോലിക്ക് പോകുന്ന ആള് ഈ പഠിക്കാൻ പോകുന്ന ആളെ പറ്റിട്ട് എന്തായി കുറ്റം പറയും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് ലാലക്ക തുർസഖു ബിഹി, ഇയാള് പഠിക്കാൻ പോണ കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോ റിസ്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ എന്താ പറഞ്ഞത്, ലാലക്ക തുർസഖു ബിഹി. തുർമദി ബിസ്നാദിൻ സ്വഹീഹിൻ അലാ ശർത്തി മുസ്ലിമീൻ. അപ്പൊ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൽ തവക്കുൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്, നമ്മൾ ചെയ്യേണ്ടതെന്നല്ല. പക്ഷേ നല്ല കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട്, ഇബാദത്തൊക്കെ മുടക്കിയിട്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് മുടക്കിയിട്ട് ആ സമയം കൂടി ചെലവഴിച്ചാൽ അത്ര തോനെ നമുക്ക് പൈസ കിട്ടല്ലോ എന്നൊക്കെ ചിന്തിക്കാനുണ്ടല്ലോ, അതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പണത്തിന്റെ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, മോർഗൻ ഹുസൈലിന്റെ. അതിൽ പറയുന്നുണ്ട് ഈ ഒരുവിധം പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മില്യനെയറിൽ നിന്ന് ബില്യനെയർ ആവാനുള്ള ആഗ്രഹമൊക്കെ വന്നു കഴിഞ്ഞാല് പിന്നെ ജീവിതം ഭയങ്കര ദുഷ്കരമായിട്ട് അങ്ങനെ അതിൽ നിന്നുള്ള യാത്രയിൽ, അതായത് ഓൾറെഡി മില്യനെയർ ആണ്, 100 മില്യനൊക്കെ ആസ്തിയുള്ള ഒരാളാണ്, പിന്നെ അതും പോരാ, അതിൽ കൂടുതൽ ഉണ്ടാക്കണം എന്ന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയി ലാസ്റ്റ് ഉള്ളതും കൂടി നഷ്ടപ്പെട്ട കുറെ ആൾക്കാരൊക്കെ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മളൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഇവർ പറഞ്ഞത് അറിയില്ല. പിന്നെ വിധങ്ങൾ അതിന് മറുപടി പറഞ്ഞ എന്താണ്, ലാലിലൊക്കെ തുറസൊക്കെ ബി, ഇപ്പൊ റിസ്ക് കൊടുക്കുന്നത് അള്ളാഹു ആണ്. അപ്പൊ നമ്മൾ അധ്വാനം അതിന് ഓക്കെ, അതൊരു കാരണമാണ്. പക്ഷെ ഇവിടെ പഠിക്കാൻ പോണ ആള് അയാള് ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ വിധങ്ങൾ മറുപടി പറഞ്ഞ എന്താ, ലാലിലൊക്കെ തുറസൊക്കെ ബി, അയാളുള്ള കാരണം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഫുഡ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോ അതിൽ നിന്ന് ഈ ദർശനൊക്കെ കുട്ടികളെ അയക്കുന്നിടത്തുള്ള ഒരു വിഷയം പറയുന്നുണ്ട്. ഈ പഠിക്കാൻ പോണ കുട്ടികളെ ദർസിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ഈ ദവാ കോളേജിലോ അതേപോലുള്ള ദീനി സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നത് ബർക്കത്താണ്. അവര് പഠിക്കുന്ന കാരണം കൊണ്ടായിരിക്കും നല്ല ഇത് കിട്ടുന്നത്, റിസ്ക് കിട്ടുന്നത്. അപ്പൊ അത് നമ്മള് ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉസ്താമാര് പറയണ കേൾക്കാറുണ്ട്. ഈ ചില പേരൻസിനൊക്കെ ഒരു ഇതുണ്ടാവേ, അതായത് മക്കള് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യില്ല, കാര്യമായിട്ടൊന്നും കിട്ടൂല, നമുക്ക് നേരെ എന്ത് ചെയ്യണം, 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ തന്നെ ഗൾഫ് കയറ്റണം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ എന്തായാലും കയറ്റണം എന്നൊരു 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 ചിന്ത ഉണ്ടാവും. അപ്പൊ ഈ ഹദീസ് ആ ഒരു സാഹചര്യത്തിലൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അതാണ് തവക്കുലിനെ പറ്റിയുള്ളത്. ഇനി നമ്മൾ ഹിയയിലെ തവക്കുലിന്റെ ഭാഗം കൂടി പറയണമെന്ന് പറഞ്ഞിരുന്നു. അത് കുറച്ച് വലിയ ഒരു ഭാഗമാണ്, കുറച്ചുകൂടി നോക്കാനുണ്ട്. പക്ഷെ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിനെപ്പറ്റി പറയാൻ തോന്നുന്നു. അപ്പോൾ ഇനി തവക്കുലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അടുത്തത് പറയണത്. അടുത്തതാണ് ഇസ്തിഖാമ എന്നാണ് പറയാ. ഇസ്തിഖാമ, മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഇല്ലേ, അപ്പൊ അതിന്റെ ഒക്കെ ഒരു അർത്ഥം തന്നെയാണ്. മുസ്തഖീം എന്ന് പറഞ്ഞാല് നേരായ വഴി എന്നൊക്കെയാണ് അർത്ഥം. സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി, നേരായ വഴി.
ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു തവക്കുൽ എന്താണെന്ന്, അതിന് മുമ്പ് തക്കുവ പറഞ്ഞു, സൊബർ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ഗുണങ്ങളെ പറ്റി പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ തവക്കുലെത്തി, എല്ലാ കാര്യവും പഠിച്ചവനെ ഏൽപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിലെത്തി. അതിനുശേഷം ആ ഒരു ഇത് എപ്പോഴെങ്കിലും പോരാ, എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോ എന്ത് ചെയ്യാ, പഠിച്ചവന് ഓർമ്മ വരാ. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും, ഖുർആനിൽ അങ്ങനെ പറയണ്ടല്ലോ, ഈ പ്രയാസം ഉണ്ടാവുമ്പോൾ പഠിച്ചവൻ ഓർക്കുക, അത് കഴിഞ്ഞ് സമ്പത്ത് കിട്ടിയാൽ അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയാം. അങ്ങനല്ല, മറിച്ച് എപ്പോഴും ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ അതിനാണ് ഇസ്തിഖാമ എന്ന് പറയുക. ഈ ഒരു നിലനിൽപ്പിനാണ്, ഇത് നിലനിൽപ്പാണ്. ഇസ്തിഖാമത്തുൽ ഇൻസാനി ലുസൂമഹു ലിൽ മൻഹജിൽ മുസ്തഖീം. അപ്പൊ ശരിയായ വഴിയില് എന്തുണ്ടാവുക, മുഅ്മിനിന്റെ ജീവിതം സ്റ്റേബിൾ ആയിരിക്കുക, കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക, അതാണ് ഇസ്തിഖാമ. യഹു ഇന്നല്ലദീന ഖാലു. അപ്പൊ നമ്മളെ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ എന്ത് ചെയ്യും, ഫസ്റ്റ് ആയത്തുകൾ പറയും, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തവക്കുൽ ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തും കടക്കല്ലേ? ഇവര് ഇവര് കേൾക്കുന്നുണ്ടോ? മുസ്താൻ സി, നിങ്ങളെ പേര് ഇന്നലെ ചോദിക്കാൻ മറന്നേനു. അറിയില്ല. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇസ്തിഖാമ അൽ ഇൻസാൻ ലുസൂമു ലിൽ മൻഹജിൽ മുസ്തഖീം ലഹു ഇന്നല്ലാഹ ഖാലു റബ്ബുനല്ലാഹ്. അപ്പൊ ഇന്നല്ലദീന ഖാലു, അപ്പൊ ഫസ്റ്റ് ആയത്ത് എന്താണ്? ഖാലല്ലാഹ് ഫസ്തഖിം കമാ ഉമിർത. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട പോലെ നിങ്ങൾ ഇസ്തിഖാമത്തിലായിരിക്കുക എന്നാണ്, നേരായ വഴിയിൽ ആയിരിക്കുക എന്നതാണ് ഫസ്റ്റ് ആയത്. ഫസ്തഖിം കമാ ഉമിർത. ഈ കാലത്തല്ല വേറെ ആയത്തിൽ കാണാൻ പറ്റുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂന നഹ്നു ഔലിയാഉകും ഫിൽ ജന്നത്തി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊന നുസുലൻ മിൻ ഗഫൂരിർ റഹീം. അപ്പം ഇസ്തിഖാമത്തിലായ ആൾക്കാരുടെ ഗുണങ്ങൾ, അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്. അപ്പൊ ഒരു ഫസ്റ്റ് എന്താ വിശ്വസിച്ചു, റബ്ബാണ് നമ്മുടെ റബ്ബ് ആരാണ്, അള്ളാഹു ആണെന്ന് പറഞ്ഞു. സുമ്മസ്തഖാമു, പിന്നെ അവര് ഇസ്തിഖാമത്തിലായി, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിട്ടയായി ചെയ്ത് അതനുസരിച്ച് ജീവിച്ചു പോരുകയും ഒരു നല്ല റൂട്ടിൽ സഞ്ചരിക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് ഉണ്ടാവണ മാറ്റം എന്താ? തനസ്സിൽ അലൈഹിമുൽ മലായിക, അവർക്ക് മലക്കുകൾ ഇറങ്ങും. എന്നിട്ട് എന്ത് പറയും? അല്ലാ തഖാഫു, എന്നിട്ട് അവരോട് പറയും നിങ്ങൾ പേടിക്കരുത്, വലാ തഹ്സനു. ഓക്കെ, സോ ഫാസ്റ്റ് കഴിഞ്ഞു പോയ സംഭവത്തെ പറ്റി പേടിയും വേണ്ട, വരാൻ പോകുന്നതിനെ പറ്റിയുള്ള പേടിയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, പിന്നെ എന്ത് പറയാം, സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ, എന്തായാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടും. അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടു. ഇപ്പൊ മര്യാദക്ക് ജീവിച്ച് സ്വർഗം കിട്ടുന്ന ഓൾറെഡി പറഞ്ഞതാണല്ലോ, അങ്ങനത്തെ സ്വർഗം കിട്ടും എന്നവര് സന്തോഷ വാർത്ത അറിയിക്കും. പിന്നെ എന്നിട്ട് പറയുന്നത് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഞങ്ങൾ ഈ മലക്കുകൾ എന്താണ്, ഈ ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. നഹ്നു ഔലിയാഉകും, മലക്കുകൾ ഇവരോട് പറയാണ്, ഇസ്തിഖാമത്തിലായ വിശ്വസിക്കുകയും റബ്ബുനല്ലാഹ് എന്ന് പറയുകയും പിന്നെ ഇസ്തിഖാമത്തിലായിരിക്കുകയും ചെയ്ത നല്ല അടിമകൾ, അവരോട് പറയണത് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ സഹായികളായിട്ട് നമ്മൾ ഉണ്ടാകും. മാഷാ അല്ലാഹ്, അസ്ബീർക്കാനെ പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. തിരക്കിലായിരുന്നോ? നമ്മൾ കുറച്ചായി. ഓക്കെ ഓക്കെ. അപ്പോ ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ, അപ്പോ മലക്കുകൾ പറയാണ് നമ്മള് ഇവരെ സഹായികളായിരിക്കും ഇവിടെ ദുനിയാവിലും ആഖിറത്തിലും. വലക്കും ഫിഹാ മാ തഷ്തഹി, നിങ്ങൾക്ക് എന്തുണ്ട്, മാ തഷ്തഹി അൻഫുസുക്കും, നിങ്ങളുടെ നഫ്സ് ആഗ്രഹിക്കുന്നത് കിട്ടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ കിട്ടും. വലക്കും ഫിഹാ മാ തദ്ദഊൻ,
പിന്നെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതും കിട്ടും. അപ്പൊ സ്വർഗത്തില് പല ലെവലുകളിലുണ്ടാവും. ദുനിയാവിലും ഇബാദത്തൊക്കെ വേറെ വേറെ ലെവലിലാണല്ലോ. അപ്പൊ അതനുസരിച്ച് ആഖിറത്തിലും മാറ്റം ഉണ്ടാവും. ഇപ്പൊ സ്വർഗത്തിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, വിചാരിക്കുമ്പോഴേക്ക് അവർ വിചാരിക്കുന്ന ഫ്രൂട്ട്സോ മറ്റു സാധനങ്ങളോ എല്ലാതും കിട്ടും. ചിലത് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കിട്ടും. ഓക്കെ, അവിടെയും ബിസിനസ് ക്ലാസ് എക്കോണമിക്ക് ഉണ്ടായിരിക്കും. അവലക്കും ഫിയാമാ തദ്ദഊൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. അത് അള്ളാഹുവിൽ നിന്നുള്ള എന്താണ്, റിസ്ക്കാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഓൾറെഡി പ്രിപ്പയർ ചെയ്യപ്പെട്ട സംഭവങ്ങളാണ്. അത് എന്ത് ചെയ്യും, ഇവർക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ പറഞ്ഞ എന്താണ്, ഇസ്തിഖാമത്തിലായ ആൾക്കാരുടെ, മുഅ്മിനീങ്ങളുടെ, ഇബാദിന്റെ അവർക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. കാലത്താല ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. പിന്നെ ആയത്തിലുണ്ടെന്ത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഖാലിദീന ഫിഹാ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. വേറൊരു ആയത്തിലും കാണാം സിമിലർ ആയ ഇതുപോലുള്ള ഒരു അർത്ഥം തന്നെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. അപ്പൊ അല്ലാഹു റബ്ബുനല്ലാഹ്, അപ്പൊ പഠിച്ചാനുള്ള ദിക്ർ, ആ ഒരു ഓർമ്മയും സ്മരണയൊക്കെ എന്ത് ചെയ്യും, എപ്പോഴെപ്പോഴും ഉണ്ടാവുക. സുമ്മ ഇസ്തഖാമൂ, പിന്നെ നേരായ വഴിയിൽ മുത്തനബി കാണിച്ചു തന്ന സ്വഹാബത്തിൽ ജീവിച്ച നല്ല ആൾക്കാർ ജീവിച്ച ആ റൂട്ടിൽ അങ്ങനെ ജീവിക്കുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് പേടിയില്ല, ഖൗഫുമില്ല ഹസനുമില്ല. വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യത്തിലും പേടി ഉണ്ടാവില്ല, വരാൻ പോകുന്ന കാര്യത്തിലും പേടി ഉണ്ടാവില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന ഖാലിദീന ഫീഹാ. സ്വർഗത്തിൽ ശാശ്വതമായി നിൽക്കുന്ന നല്ല സ്വർഗാവകാശികൾ അവരായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അപ്പൊ ഇത് വെറുതെ കിട്ടിയല്ല, അവർ ചെയ്തതിനെ പ്രതിഫലമായിട്ട് പടച്ചവൻ കൊടുത്താണ്. പ്രതിഫലം വെച്ചാൽ ചെയ്ത എല്ലാവർക്കും കിട്ടണമെന്നില്ല, അവന്റെ ഫضലും കൂടി ഉണ്ടായിട്ടാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇനി ക്ലിയർ ആണല്ലോ. അപ്പൊ അതാണ് തവക്കുൽ എന്ത് ചെയ്യാ, നിലനിർത്താം. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കലോട് കൂടെ നല്ല വഴിയിൽ എന്ത് ചെയ്യാ, കൺസിസ്റ്റന്റ് ആയിട്ട് പോവാ. അതിനാണ് ഇസ്തിഖാമ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലാകെ രണ്ട് ഹദീസുകളെ ഇതിലുള്ളൂ. പിന്നെ പെട്ടെന്ന് നിർത്താം. ഓക്കെ, വൻ അബീ ഹംദിൻ വക്കീല അബീ അംറത്തി സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. ഓക്കെ, നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവര് നല്ല രസമായിരിക്കുമല്ലോ സ്വഹാബത്ത്. അവരടുക്കൽ എന്താണ് മുത്തുനബിയാണുള്ളത്. നബിനെ അള്ളാഹുവിൽ നിന്ന് എന്താണ് ജീവിതം എന്നും എന്താണ് ദീനെന്നും പഠിപ്പിക്കാൻ വന്ന നബിയാണ്. അപ്പൊ നബി ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കണ്ടായിരുന്നേ, നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ എന്നൊക്കെ പറയും. അപ്പൊ കുറെ ആൾക്കാർ സ്വർഗം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്നാ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വൈബൊക്കെ അറിയാത്ത കാര്യങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ഖിയാമത്ത് നാളിനെ പറ്റിയും അങ്ങനെ പല വിഷയങ്ങളെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പല രീതിയിലും മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഖിയാമത്ത് നാളിനെ പറ്റിയിട്ട് അങ്ങനെ പറയാലോ, നബി ഞങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു എപ്പോഴാണെന്നൊക്കെ. വരുന്നതിനിടയ്ക്ക് എന്തോ ഒരു അടിപിടി കേസോ എന്തോ ഒരു വിഷയം കണ്ടു, അങ്ങനെ അത് മറന്നുപോയി, മറപ്പിച്ചതാണ്. ഓക്കെ, അങ്ങനെയുള്ള ചരിത്രം കേൾക്കാൻ പറ്റും. എനിവേ ഇവിടെ ചോദിക്കുന്നത് എന്താ, ഇവിടെ സ്വാഭാവിക ഭയങ്കര രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, ഇസ്ലാമിലുള്ളൊരു കാര്യം പറഞ്ഞുതരണം, ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. അത് അറിയിച്ചു തന്നാൽ പിന്നെ എനിക്ക് വേറെ ആരോടും ഇങ്ങനെ എന്താണ് അതിന്റെ അർത്ഥം അങ്ങനെ ചോദിക്കേണ്ടെന്ന് ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇസ്ലാമിലുള്ള ഒരു കാര്യം പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് പറഞ്ഞു കൊടുത്തത്, കാല ഖുൽ ആമൻതു ബില്ലാഹി തുമ്മ ഇസ്തഖിം. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത് അവിടെ, രണ്ട് കാര്യങ്ങളാണ്. ആമൻതു ബില്ലാഹി, എന്ത് പറയണം, ഖുൽ ആമൻതു ബില്ലാഹ്, ആമൻതു ബില്ലാഹ് അല്ലാഹുവിനെ ഞാൻ വിശ്വസിച്ചു എന്ന് പറയണം. തുമ്മ ഇസ്തഖിം, പിന്നെ ഇസ്തിഖാമത്തിലായിരിക്കുകയും ചെയ്യണം. ഓക്കെ, ഇവിടെ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന് ആമൻതു ബില്ലാഹ്, അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, കൽബിലുള്ള വിഷയമാണല്ലോ. പിന്നെ അവിടെ ആ കുൽ നീ പറയാൻ വേണ്ടി പറഞ്ഞാൽ എന്താ, അപ്പൊ ദിക്ർ ചൊല്ലുക, നിരന്തരം അത് ഓർത്തുകൊണ്ടിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈമാന്റെ
ഹദീസ് പഠിച്ചു. ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് നബി തങ്ങളോട് ചോദിച്ച് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാൻ തുഅ്മിനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. അല്ലേ? എല്ലാ കാര്യങ്ങളും ഈമാൻ കാര്യത്തിൽപ്പെട്ട 6 കാര്യം ഒക്കെ പടച്ചവനിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം. അപ്പോ അതിൽ പെട്ട എല്ലാ കാര്യങ്ങളും പെടുകയും ചെയ്യും. ഓക്കെ, ഇവിടെ കുൽ ആമന്തു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ജദ്ദിദ് ഈമാനക്ക. നമ്മള് തഹ്ലീലിൽ പറയില്ലേ ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ ദിക്ർ ചൊല്ലുമ്പോൾ എന്ത് ചെയ്യും? ഈമാൻ കൂടും, ഈമാൻ ഇങ്ങനെ റിഫ്രഷ് ആവും. ഓക്കെ, മുത്തദക്കിറൻ ബിഖൽബിക ദാക്കിറൻ ബിലിസാനിക മുസ്തഹദിറൻ തഫാസിലൽ മആനിൽ ഈമാനി ശർഈ അല്ലതി മറത്ത് ഫീ ഹദീസ് ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ഹദീസിൽ കണ്ട എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ പടച്ചവനിലുള്ള വിശ്വാസം, അമ്പിയാക്കളിലും കിതാബുകളിലും ഇതിലൊക്കെ ഉള്ള വിശ്വാസങ്ങൾ, അതൊക്കെ ഓർത്തുകൊണ്ട് അതിന്റെ വിശദീകരണങ്ങൾ ഓർത്തുകൊണ്ട് കൽബിൽ ദിക്ർ ചെല്ലുക. കൽബില് കൽബില് ഉണ്ടായിരിക്കലോടുകൂടെ നാവുകൊണ്ട് ദിക്ർ ചെല്ലുക. അപ്പൊ ഓക്കെ, ഇപ്പൊ ഈമാൻ കൂടും. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തത്. അപ്പൊ ദിക്ർ ഉണ്ടായിരിക്കുക, ഈമാൻ ശക്തിപ്പെടുത്തുക. പിന്നെ അതാണ് പറഞ്ഞത് സുമസ്തഖിം അല്ല അമലി ത്വആത്തി, നല്ല ഇബാദത്തുകളുടെ മേലിൽ നിരന്തരം ചെയ്യുക. വൽ അൻ ജമീൽ മുഖാലഫാത്തി ഇദ് ലാ തതഅത്തൽ ഇസ്തിഖാമത്തു മഅ ശൈഇൻ മിനൽ ഇഅ്വിജാജ് ഫഇന്നഹു ലിദ്ദുഹു. അപ്പൊ ഇതാണ് ഇസ്തിഖാമ പറഞ്ഞപ്പോൾ ഡയറക്റ്റ് വഴിയിൽ പോവാ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടിരിക്കുക, നേർ വഴിയിലായിരിക്കുക. അപ്പൊ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആ വഴി തെറ്റിപ്പോവും. അപ്പൊ ഇസ്തിഖാമത്ത് ഉണ്ടാവില്ല. അപ്പോൾ വിശ്വാസം റെഡി ആയിരിക്കാം, പിന്നെ നമ്മളെ സുലൂക്കും നമ്മുടെ ചര്യകളും നമ്മുടെ ജീവിത ശൈലിയും നേരെ ആയിരിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് ഇസ്ലാമിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഈ 2 വിഷയങ്ങളാണ്. ഓക്കെ, എന്താണ് ജാമിഅല്ലി മആനി ദീനി വാദിയം ഫി നഫ്സിഹി. ഇപ്പോ ദീനിലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിയാൽ വളരെ സിമ്പിൾ ആയിട്ട് ദീനിനെ പ്രസന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഖുൽ ആമന്തു ബില്ലാഹി സുമ്മസ്തഖീം. ഓക്കെ, ഇനി ഒരു ഹദീസ് കൂടി നോക്കാം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന്, ഖാരിബു വസദ്ദിദു വഅലമു അന്നഹു ലൻ യൻജു അഹദും മിൻകും ബിഅമലിഹി. ഖാലു വലാ അൻത യാ റസൂലല്ലാഹ് ഖാല വലാ അന ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു ഫളിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇസ്തിഖാമ വേണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഹദീസിൽ അതന്നെയാണ് പറയണത്. കാരിബു വസദ്ദിദു. നിങ്ങൾ പറഞ്ഞത് കാരിബു വസദ്ദിദു. കാരിബു പറഞ്ഞാൽ എന്താ? നിങ്ങള് മിതത്വം പാലിക്കുക. ഓക്കെ, ഖസ്ദുല്ലദി ലാ ഗുലുവ ഫീ വലാ തക്സീർ. കൂടുതലുമില്ല കുറവുമില്ല. ഇതാണ് ഇത്. എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ പെർഫെക്റ്റ് ആയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. കൂട്ടാനും പാടില്ല, കുറക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുകയും ശ്രദ്ധിച്ചു. പിന്നെ നേരെയുള്ള വഴി ഇസ്തിഖാമ ആയിരിക്കണം, ശരിയായത് മാത്രം ചെയ്യണം. ഓക്കെ, ആണ് ഇസ്തിഖാമ. പിന്നെ വേറെ അതിനോട് കൂടെ പറയണത് എന്താണ്? അപ്പൊ കാരിബു വസദ്ദിദ് പറഞ്ഞാൽ, കാരിബു എന്ന് പറഞ്ഞാൽ മുഖാറബത്ത് എന്ന് പറഞ്ഞാൽ കസ്ദുല്ലദി ലാ ഗുലുവ ഫീ വലാ തക്സീർ. അധികരിപ്പിക്കലുമില്ല കുറക്കലുമില്ല. എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. അപ്പൊ സദ്ദിദ് എന്ന് പറഞ്ഞാൽ നല്ല നേരായ വഴികളിൽ ചെയ്യുക. ഇസ്തിഖാമ വൽ ഇസാബ, കൃത്യമായ രീതിയിൽ നേരായ വഴിയിൽ ചെയ്യുക. പടച്ചവൻ കൽപ്പിച്ച തെക്കുവ ഉണ്ടായല്ലോ, അതനുസരിച്ച് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. അതാണ് സദാദ്, ഇസ്തിഖാമ. പിന്നെ പിന്നെ പറഞ്ഞു, അത് സമയം ചിന്തിക്കരുത്. വാലമോ, നിങ്ങൾ അറിയണം, അന്നോ ലൻ യൻജു അഹദും മിൻകും ബിഅമലിഹി. നിങ്ങളുടെ അമലിന്റെ കാരണം മാത്രമായിട്ട് നിങ്ങൾ ആരും വിജയിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. കാലവും മനസ്സിലായോ? അപ്പൊ ഇസ്തിഖാമ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഓക്കെ. പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ വിജയിച്ചത് എന്നാരും ചിന്തിക്കരുത്, അത് നിങ്ങൾ അറിയണം. അപ്പോ സ്വഹാബത്ത് തിരിച്ചു വെച്ചു, വലാ റസൂല, നബിതങ്ങളും അങ്ങനെ തന്നെയാണോ? സ്വന്തം അമല് കൊണ്ടല്ലേ ജയിക്കുന്നത്? കാല നബിതങ്ങൾ പറയണത് വലാന, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും സ്വന്തം അമല് കൊണ്ടല്ല, ഞാനും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ സ്വന്തം അമല് കൊണ്ടാണെന്ന്. ഇല്ലാന, പക്ഷെ ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു ഫളിൻ. പക്ഷെ എനിക്ക് എന്തായിട്ടുണ്ട്? അല്ലാഹു തആല റഹ്മത്ത്
ചൊരിഞ്ഞിട്ടുണ്ട്, റഹ്മത്ത് കൊണ്ട് മൂടിയിട്ടുണ്ട്. ഫضലും അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും നബിതങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നബിതങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. വേറെ സ്വന്തം അമല് കൊണ്ടല്ല. ഇവൻ നബി വരെ അങ്ങനെയല്ല എന്നാണ് നബിതങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മളാണ് ഇസ്തിഖാമ പറഞ്ഞപ്പോ അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഉലമാവ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടി അവസാനം നോക്കുക, കാലൽ ഉലമാവും മഅനൽ ഇസ്തിഖാമത്തി ലുസൂമു ത്വാഅത്തില്ലാഹി തആല ഖാലു വഹിയ മിൻ ജവാമിൽ കലിമി. അപ്പോൾ ലുസൂമു ത്വാഅത്തില്ലാഹ്, അല്ലാഹു തആല ഇബാദത്ത്, അല്ലാഹു തആലക്കുള്ള ഇബാദത്തുകൾ ലുസൂമാക്കുക, ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് ഇസ്തിഖാമയുടെ അർത്ഥം. ഖാലു വഹിയ മിൻ ജവാമിൽ കലിമി, അത് എന്തിൽപ്പെട്ടാണ്? ജവാമിൽ കലിമിൽപ്പെട്ടാണ് പറഞ്ഞത്. അതായത് ചുരുങ്ങിയ വാക്കുകൊണ്ട് വലിയ ആശയങ്ങൾ പറയുന്ന വാക്കുകൾപ്പെട്ടതാണ്. ഹദീസിലൊക്കെ അങ്ങനെയാണുള്ളത്. ജവാമി ഊത്തിയിട്ട് ജവാമിയൽ കലീം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, കുറഞ്ഞ വാക്കുകൾ ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിരിക്കണം. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ അതാണ്, ലുസൂമു ത്വാഅത്തില്ലാഹി. ഓക്കെ, വഹിയ നിലാമുൽ ഉമൂരി, അപ്പൊ നമ്മുടെ കാര്യങ്ങളുടെ ഒക്കെ ഒരു ഓർഡർ ആണ് ഇസ്തിഖാമ എന്ന് പറഞ്ഞത്. ഇനി ഈ ലാസ്റ്റ് ഹദീസുകളില് നമ്മൾ പറഞ്ഞല്ലോ, എന്ത് സ്വന്തം അമല് കൊണ്ടല്ല ഒരാൾ ജീവിക്കുന്നത്, മീൻസ് രക്ഷപ്പെടുന്നത്, എന്തുകൊണ്ടുകൂടിയാണ്? അള്ളാഹുവിന്റെ ഫضല് കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ അതുകൊണ്ട് ഈ പറഞ്ഞത് എതിരാവൂല. ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലൂൻ, ഖുർആനിലെ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത്, നല്ല ആൾക്കാരോട് പറയും, അവരോട് അവർ പ്രവർത്തിച്ച നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്തായിക്കോളൂ, സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ എന്നൊക്കെ കൽപ്പന ഉണ്ടാവും. അപ്പൊ അത് ഇതിനെതിരല്ല. ഓക്കെ, ഇത് സൂര്യായ ഒരു കാരണമാണ്. യഥാർത്ഥത്തിലുള്ള കാരണം അള്ളാഹു തആല തീരുമാനിച്ചു, അതനുസരിച്ച് ഒരാൾക്ക് ഫضല് കൊടുത്തു, അങ്ങനെ എന്ത് ചെയ്യാണ്? സ്വർഗത്തിൽ പ്രവേശിക്കാണ്. പക്ഷേ പ്രത്യക്ഷത്തിലുള്ളൊരു കാരണമായിട്ട് ഇത് നിൽക്കുന്നുണ്ട്, അതിനെതിരല്ല. ഓക്കെ, അമലുകൾ ചെയ്യുമ്പോൾ എന്താകും? സ്വാഭാവികമായിട്ടും അള്ളാഹു തആല ഇങ്ങനെ അനുഗ്രഹം കൊടുക്കുകയും കടത്തിവിടുകയും ചെയ്യും, സ്വർഗത്തിലാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അമലുകൾ ചെയ്യുകയും സബബിൽ അമാലി സുമ്മ തൗഫീഖിൽ അമലി, അമലുകൾ ചെയ്യുകയും അമലുകൾ ചെയ്യണത്തിന് പഠിച്ചവനുള്ള അതിനുള്ളൊരു തോന്നൽ ഉണ്ടാവണല്ലോ. അമല് ചെയ്യാൻ ഭാഗ്യം കിട്ടിയാലാണല്ലോ അമലുകൾ കൊണ്ട് രക്ഷപ്പെടാം. അപ്പൊ അതാരാ കൊടുക്കുന്നത്? പഠിച്ചവനാ കൊടുക്കുന്നത്. ഓക്കെ, സബബിൽ അമാലി സുമ്മ തൗഫീഖിൽ അമാലി വൽ ഹിദായത്തിൽ ഇഖ്ലാസി ഫിഹാ വഖബൂലിഹാ ബിറഹ്മത്തില്ലാഹി വഫദ്ലിഹി. ഓക്കെ, അപ്പൊ അമല് കൊണ്ട് ആരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അത് അമലിന് തോന്നണം, പിന്നെ അമല് ചെയ്യണം, പിന്നെ മരിക്കുമ്പോൾ ഹിദായത്ത് ഉണ്ടാവണം, പിന്നെ ഇഖ്ലാസോടെ അമല് ചെയ്യണം, ആ അമല് പടച്ചവൻ സ്വീകരിക്കുകയും ചെയ്യണം. ഇത്രയൊക്കെ ഉണ്ടായാലും അമല് കൊണ്ട് രക്ഷപ്പെടാന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടൊക്കെ പടച്ചവന്റെ ഒരു പകുതി ജീവിതത്തിൽ എന്തുണ്ട് ഈ കാര്യത്തിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറഞ്ഞത്. അമല് കൊണ്ട് മാത്രം അത് രക്ഷപ്പെടൂല. അതേസമയം ഇസ്തിഖാമ എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തവക്കുല് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഇസ്തിഖാമയെ പറ്റി കൂടി കുറച്ചുകൂടി പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് ഇന്നതാണ് തവക്കുലും ഇസ്തിഖാമയും കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് അറിയോ? അടുത്തത് ബാബുൻ ഫി തഫക്കുരി ഫി അളീമി മഖ്ലൂഖാത്തില്ലാഹി തആല. നേരായ വഴിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തകൾ വരണം അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പുകളെ കുറിച്ച്. ഫനാഇ ദുനിയ വഅഹ്വാലിൽ ആഖിറ വസായിരി ഉമൂരിഹിമാ വതക്സീരിൻ നഫ്സി, നമ്മുടെ ചെറുപ്പം, നഫ്സിന്റെ ചെറുപ്പവും അള്ളാഹുവിന്റെ വലിപ്പവും, ഇതൊക്കെ വെച്ചിട്ടുള്ള ചിന്തകളും നമുക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിനെ പറ്റിയാണ് എന്ത് അടുത്ത ഭാഗം. ഓക്കെ, ഇത് വളരെ സിസ്റ്റമാറ്റിക് ഒരു ഓർഡറിലും കൂടിയാണ് ആര് നബി മുഹമ്മദ് കൊടുത്തിട്ടുള്ളത്, കിതാബിനെ സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് നേരത്തെ നോക്കാം, നമ്മൾ ഇതുവരെ ഏത് ഓർഡറിലാണ് പറഞ്ഞത് നോക്കാം. ഒരുപാട് ഗുണങ്ങളെ പറ്റി പറഞ്ഞിരുന്നു.
ഏ സബർ, തക്വ, തവക്കുല് അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ പറ്റി പറഞ്ഞു. അതിനൊരു ബാക്കിയായിട്ട് ഈ തഫക്കുർ എങ്ങനെയാണ് വരുന്നതെന്ന് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഹലോ, ഒന്ന് ക്ലിയർ ആയിരുന്നോ? സ്പീഡ് കൂടുന്നുണ്ടോ? നിങ്ങളെന്താ അറിയിക്ക്. ഓക്കെ ആണോ? ഇവര് ഇവര് കേൾക്കുന്നില്ലേ? താൻ ആ ഓക്കെ. ഇൻഷാ അല്ലാഹ് എന്നാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വേറെ